നമസ്കാരം. കേരളം ഉൾപ്പെടെ 5ഓളം സംസ്ഥാനങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളോളം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് വന്നു. ഇവിടെ നമ്മളറിയാം, നാട്ടിൽ ഒരുപാട് തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന പശ്ചിമ ബംഗാൾ സ്വദേശികളാണ്. ഈ പ്രാവശ്യം അവരെല്ലാം കേരളത്തിൽ നിന്ന് അധികം ആൾക്കാരും പശ്ചിമ ബംഗാളിലേക്ക് വോട്ട് ചെയ്യാൻ പോയിട്ട് കുറച്ച് പേർ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ ബോട്ടിലും അത് കണക്ക്. കൊല്ലത്ത് മത്സ്യ വ്യാപാര മേഖലയിൽ മത്സ്യം പിടിക്കാൻ പോകുന്നതിൽ നിരവധി തൊഴിലാളികളുണ്ട്. പക്ഷേ മലയാളിയേക്കായി കൂടുതൽ തൊഴിൽ ചെയ്യുന്നത് ഈ പശ്ചിമ ബംഗാൾ സ്വദേശികളാണ്. അവർ ഇവിടുന്ന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാതിരിക്കുന്ന അധികം പേരുണ്ട്. ഇവിടെ കൊല്ലത്ത് സ്വന്തമായിട്ടൊരു ബോട്ടുള്ള ഒരു യുവാവാണ്. അദ്ദേഹം എവിടെയാണ് സ്വദേശം? നാട് എങ്കിൽ തമിഴ്നാടാണ്. അദ്ദേഹം ഇവിടെ ഒരു ബോട്ടുണ്ട്. കുറച്ച് എത്രോളം തൊഴിലാളികൾ ഇരിക്കും? 10. ബംഗ്ലാദേശികൾ, പശ്ചിമ ബംഗാൾ സ്വദേശികൾ എത്ര പേര്? 2 പേര്. அவங்க രണ്ടും പോയിട്ട് തിരുമ്പി വന്നിട്ടാ? അവർ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കയറിയതാണ്. അപ്പോൾ ഊருக்கு പോയിട്ട് വന്നിട്ട് அதுக்கு பிறகு ஜோலி கேறிட்டு. ஆனால் நிறைய பேர் அங்கே போட்டு கடலுக்கு போகாமே இருக்கு, தெரியுமா? അറിയും. അത് എന്തുകൊണ്ട് അത് പോകുന്നില്ല? അവരൊക്കെ അവിടെ ജോലി ഇലക്ഷൻ കൊണ്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ലേ. തിരിച്ചു വരണ്ട് പറഞ്ഞിട്ട് പോയി തിരിച്ചു വന്നില്ലേ. അപ്പോൾ അവന്മാരൊക്കെ തന്നെ കൂടുതൽ ഇവിടെ പണിക്ക് പോകുന്നത്. അപ്പം അവന്മാരൊക്കെ ഉണ്ടെങ്കിലും പണിക്ക് പോകാൻ പറ്റും, ഇല്ലെങ്കിലും പോകാൻ പറ്റില്ലേ. അപ്പം അവിടെ ഒരു പോട്ടണാകുമ്പോൾ 10 പേര് കാണുമ്പോൾ 8 പേരാണ് അവന്മാരെ ഉണ്ടാകുന്നത്. ആ 8 പേര് കൂടി അങ്ങോട്ട് പോയാലേ പോട്ട് പണിക്ക് പോകത്തില്ലേ. അവന്മാരൊക്കെ വരാതെ കൊണ്ടാണ് ഒരുപാട് പോട്ട്. മിനിമം എവ്വളോ ആള് വേണം കടലിനുള്ളിൽ പോകുന്നത്? എത്ര ആൾ ഒരു ബോട്ടിക്ക് വേണം? 10 ആളത് മിനിമം വേണം. 10 ആൾ ഇരിക്കും. ഇപ്പോൾ കഴിഞ്ഞ 35 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ഒരു സ്ഥലമാണ് പശ്ചിമ ബംഗാൾ. പിന്നീട് 15 വർഷക്കാലം മമതാ ബാനർജിയാണ് ഭരിച്ചത്. ഏതാണ്ട് 40-50ഓളം വർഷം പശ്ചിമ ബംഗാൾ ഭരണത്തിൽ നിന്നും മാറി ഈ പ്രാവശ്യം അവിടെ BJP ഗവൺമെൻറ്റാണ് ഭരണത്തിൽ വന്നത്. ഏതാണ്ട് 200-ലധികം സീറ്റ് നേടി ചരിത്രപരമായിട്ട് അവിടെ വിജയം കൈവരിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്യ നാട്ടിലേക്ക്, നമ്മുടെ നാടുൾപ്പെടെ പല സ്റ്റേറ്റുകളിലും, രാജ്യത്തിൻ്റെ പല സ്റ്റേറ്റുകളിലും ഈ പശ്ചിമ ബംഗാൾ സ്വദേശികൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാറ്റം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലും അതേ കണക്ക് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നതും. ആ തെരഞ്ഞെടുപ്പിൽ വളരെയധികം ആത്മാർത്ഥമായിട്ട് പറയും, ഇത്രയും നാൾ 19 വർഷക്കാലം ഈ നൽകിയ ഭരണത്തിന് കീഴിൽ അവർക്ക് അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് അവർ പല സംസ്ഥാനങ്ങളിലും പോയത്. ഇപ്പോൾ ഇവിടെയുള്ള ഈ ബോട്ടിംഗ് മേഖലയിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാഴ്ചയാണ്. കാര്യം ഇപ്പോൾ കൊല്ലത്തെല്ലാം മത്സ്യം വിൽക്കുന്നത് ഒരുപാട് പഴകിയ മത്സ്യങ്ങളാണ്. അന്യ സ്റ്റേറ്റിൽ നിന്നുമൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ മത്സ്യം വിൽക്കുന്നത്. അന്നന്ന് പോയിട്ട് 2, 3, 4 ദിവസം കഴിഞ്ഞ് കടലിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ ഈ 10 പേര് തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് ഏതാണ്ട് 8ഓളം പേര് ഈ പശ്ചിമ ബംഗാൾ സ്വദേശികളാണ്. അവർ പോയിരിക്കുകയാണ്. തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലാണ്. താങ്കളുടെ ബോട്ടിൽ കൂടുതലും മലയാളികളാണ്? തമിഴ് ആൾക്കാരാണ്. അപ്പോൾ താങ്കൾക്ക് ഈ മറ്റുള്ള ബോട്ട് പോകാത്തതുകൊണ്ട് സമുദ്രത്തിനുള്ളിൽ നിറയെ മത്സ്യം കിടക്കുക, മറ്റ് ബോട്ടുകൾ പോകാമേ ഇരിക്കുക. അപ്പോൾ അന്ത ബോട്ടിൽ കിടക്കണ മത്സ്യം കൊണ്ട് നമുക്ക് കിടക്കും. അപ്പി എന്താവത് ഇരിക്കാം? മത്സ്യം ഫിഷ് അത് അപ്പടി അങ്ങനെ പറയാൻ പറ്റില്ല. പോട്ട് കൂടുതൽ പോയാലും പോട്ടാലും ഓരോരോ ടൈമുള്ള എന്താ സീസൺ പറയുന്ന സീസൺ ടൈം അത് പറയുന്നത് പോലെ കിട്ടുന്ന മീൻ തന്നെ കിട്ടും. കടലിൽ നിറയെ ഇരിക്ക്. ആനാ നമ്മ പോത ബോട്ടുള്ള വേറെ ബോട്ട് വരില്ല എന്ന് നനച്ചാൽ പോലും മറ്റുള്ള ബോട്ട് വന്നില്ലേലും നമ്മളെ ബോട്ടിൽ കിട്ടാനുള്ളത് കിട്ടും. അപ്പോൾ കുറച്ച് ബോട്ട് വരാരുതെന്ന് പറഞ്ഞ് ഒന്നുമേ ആകാതെ ജാസ്തി കിടക്കാതെ അതെ ഒന്നില്ല, അങ്ങനെയില്ലേ. ബോട്ട് വന്നാലും വരാട്ടാലും നമുക്ക് കിട്ടുന്നത് കിട്ടാതെ ചെയ്യും. അത് ഓരോരോ ടൈം പുറത്ത്. ഇപ്പോൾ ഈ ടൈമിൽ വേറെ ഒരു ഫിഷ് കിട്ടും, പിന്നെ വേറെ ടൈം. അപ്പോൾ കടലിൽ ഒരു ആവാസ വ്യവസ്ഥ ഇരിക്കട്ടെ, ഒരു ടൈം ഇരിക്കും. ആ ടൈമിക്കുള്ളിൽ താൻ മത്സ്യം കിടക്കും. അപ്പോൾ എവ്വളോ നാളാച്ച് இந்த മത്സ്യ മേഖലയിൽ വേല ചെയ്ത്? ഞാൻ ഒരു 30 വർഷമായിട്ട് കടലിൻ്റെ ഉള്ളിൽ പോയി മത്സ്യം പിടിക്കുന്ന ഒരു തൊഴിലാളിയാണ്. അദ്ദേഹം സ്വന്തമായിട്ട് ബോട്ട് വാങ്ങുകയും കുറച്ച് തൊഴിലാളികളെയും വെച്ച് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാവരും, നമ്മുടെ ആൾക്കാരും പലരും, മലയാളികളെല്ലാം നമ്മൾ ഈ കടലിൽ പോകാറില്ല. കടലിലെ ആവാസ വ്യവസ്ഥകൾ എന്താണെന്ന് പറഞ്ഞു കേട്ടുള്ള അറിവാണുള്ളത്. അതുകൊണ്ട് ഈ നിരവധി പേർ ഈ ഇപ്പോൾ നാട്ടിൽ വോട്ട് ചെയ്യാൻ പോയവർ തിരിച്ചു വന്നിട്ടില്ല. ആ ഒരു വിഷമത്തിലാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും. എത്ര നാളേക്കാണ് കടലിൽ പോയിട്ട് തിരുമ്പി വരുന്നത്? ഒരാഴ്ച. അപ്പോൾ ഈ ഒരാഴ്ച കടലിൽ പോകുന്ന നിരവധി ബോട്ടുകളാണ് കടലിൽ പോകാതെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്.
പൂട്ടിയിട്ടിരിക്കുന്നത് ഒരുപാട് ബോട്ട് അത് തന്നെ ആളില്ലാതെ കൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്നത്. അവന്മാരെ തന്നെ കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ അവന്മാരെ കയ്യില്ല, അതുകൊണ്ട് ബോട്ട് അവന്മാർ വരാതെ കൊണ്ട് ബോട്ട് കെട്ടിയിരിക്കും. ഇന്ന ബോട്ടിൽ മലയാളികൾക്ക് പോകാൻ പറ്റുമോ ജോലിക്ക് കടലിലോട്ട്? മലയാളി ഉണ്ടെങ്കിൽ പോകാൻ പറ്റൂ. അതിലിപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ പോയി ട്രെയിനിങ് വല്ലതും ഉണ്ടോ? കുറച്ച് ദൂരം ഇതിന് പ്രത്യേക ട്രെയിനിങ് വല്ലതും ഉണ്ടോ കടലിൽ പോകുന്നതിന്? ട്രെയിനിങ് അല്ലേ, അവിടെ വന്നിട്ടായാലും നമുക്ക് ജോലി എല്ലാം നമുക്ക് അറിയണം, ചെയ്യുന്ന ജോലിയൊക്കെ അറിയണം. പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്ക് പോയാൽ വാമിറ്റ് ഉണ്ടാവും, കൊമട്ടലുണ്ടാവും. അതൊക്കെ എല്ലാം ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒരുപാടുണ്ട്. അതെല്ലാം അത് ഒരാഴ്ച കൊണ്ട് അങ്ങനെ 2 വട്ടം പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശരിയാവത്തില്ലേ നമ്മുടെ ഇതായിട്ട്? ചില ആൾക്കാർക്ക് പെട്ടെന്ന് സെറ്റ് ആവും, ചില ആൾക്കാർക്ക് താമസം പിടിക്കും. അപ്പൊ ഈ ജനങ്ങളിൽ പലർക്കും ഒരു ആശങ്കയാണ്, കടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തലകറക്കം ഉണ്ടാവും, ഛർദിലുണ്ടാവും, പിന്നെ പല ബുദ്ധിമുട്ടുകളുണ്ടായതുകൊണ്ട് ആരും ഈ മേഖലയായിട്ട് അധികം കടന്നു വരാറില്ല. അപ്പോൾ ചിലർക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ശരിയാകും, ഇത് കടലിലോട്ട് പോയാൽ ഒരാഴ്ച കൊണ്ട്. ചിലർക്ക് കുറേ നാളെടുത്താലും 2-3 ആഴ്ച കഴിഞ്ഞാലും റെഡി ആയത്. പക്ഷേ മനസ്സാണ് പ്രധാനം. ജോലി ചെയ്യാൻ കടലിൽ പോയാലും നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മനസ്സാണ് പ്രധാനം. ആ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാമെന്നാണ്. എന്തായാലും കൊല്ലം ജില്ലയിലുള്ള ബോട്ടുകൾ കടലിൽ പോകുന്ന ഈ നമ്മുടെ ഈ ഹോട്ടലുകളിൽ ഉൾപ്പെടെ നിരവധി സ്ഥാനങ്ങളിൽ ആണ് ഈ പശ്ചിമ ബംഗാൾ സ്വദേശികൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ കൊല്ലത്ത് മത്സ്യമേഖലയിലും ഇത്തരത്തിൽ ബോട്ടിൽ പോകുന്ന നിരവധി പേർ വോട്ട് ചെയ്യാൻ പോയി. അവർ വോട്ട് ചെയ്ത് അവിടെ പുതിയൊരു സർക്കാർ വന്നപ്പോൾ, ഏതാണ്ട് 50 വർഷം ഭരിച്ചിരുന്ന സർക്കാരിനേക്കാൾ പുതിയ സർക്കാരുമ്പോൾ അവർക്ക് അവിടെ ആ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അവർ തിരികെ വരാൻ പറ്റുമോ എന്നുള്ളൊരു വൈഷമ്യ ഘട്ടത്തിലാണ്. പുതിയൊരാളെ നിയമിക്കണമെങ്കിലും ഒരുപാട് 1 മാസത്തോളം ട്രെയിൻ ചെയ്തിട്ട് വേണം കടലിൽ കൊണ്ടുവന്ന ബോട്ടിൽ ഒരാൾ തൊഴിലാളിയായിട്ട് എടുക്കാൻ. അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ബോട്ട് 2 ദിവസം കൂടുമ്പം വരുന്നതാണ്. 12-20 നോട്ടിക്കൽ മൈലിനകത്താണ് പോകുന്നത്. അതുക്കും മേലെ 20 നോട്ടിക്കൽ മേലിൽ പുറത്ത് പോകുന്ന ബോട്ടുകളാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. അപ്പോൾ അത് അത്തരത്തിലുള്ള മത്സ്യബന്ധന മേഖലയിലുള്ള 100 കണക്കിന് ബോട്ടാണ് ഈ കൊല്ലത്ത് അഷ്ടമുടിക്കായലിൻ്റെ പല ഭാഗത്തായിട്ട് ഒതുക്കിയിട്ടിരിക്കുന്നത്. ഈ തൊഴിലാളികളെ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടും മത്സ്യമേഖലയിലേക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടാണ് കൊല്ലം ജില്ലയിൽ നിന്നും കാണാൻ കഴിയും. എന്തായാലും പശ്ചിമബംഗാൾ സ്വദേശികൾ അവിടെ വോട്ട് ചെയ്ത് പുതിയ ഭരണാധികാരി, പുതിയ BJP സർക്കാർ അടുത്ത് തന്നെ വരും. അപ്പോൾ അവരവിടെ നിൽക്കുമോ, തൊഴിൽ ചെയ്യുമോ, തിരിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം. മലയാളി വാർത്ത, രാംഭദ്രൻ.